നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അച്ഛനെ ആരായിരിക്കും ഉപദ്രവിച്ചിരിക്കുന്നത്? അതിപ്പോ ജേട്ടനും ഗുണ്ടകൾ ഉപദ്രവിക്കുന്നുണ്ട് പോലീസ് എത്തിയത്. ശത്രുക്കള് രക്ഷപ്പെട്ടെങ്കിലും പോലീസ് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പോലീസ് അവരെ പിടികൂടും. ഇതിപ്പോ പല പ്രാവശ്യമായി ACPയുടെ റിലേറ്റീവ്സിനെ അവർ ഉപദ്രവിക്കുന്നത്. ഗിരിയങ്ങളുടെ കൂടെ വന്നപ്പോ അമ്മ അവരെ കൊല്ലാൻ നോക്കി. ഒരു പ്രാവശ്യം ACP നേരിട്ട് അറ്റാക്ക് ചെയ്തു. ഇപ്പതേ അച്ഛനെയും. എനിക്ക് പല സംശയങ്ങളും ഉണ്ട്. എന്ത് സംശയം? കപ്പലിൽ തന്നെയാ കള്ളൻ. മോളെ, അന്യർക്കാർക്കും നമ്മളോട് ശത്രുതയില്ലമ്മേ. അടുപ്പുള്ളവർക്ക് മാത്രമേ നമ്മളോട് ശത്രുതയുള്ളൂ. നീ എന്താ മോളെ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ അച്ഛന്റെയും ഏറ്റവും വലിയ ശത്രു ഇന്ദ്രജ വല്യമ്മയാണ്. അതെനിക്കറിയാം. ഇവിടെ നടക്കുന്ന ന്യൂസുകളെല്ലാം ഇന്ദ്രജ വല്യമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതവിടെ എത്തിക്കുന്നത് ആരായിരിക്കും? എന്റെ അമ്മായിയമ്മ. മോളെ, ആ ഇന്ദ്രജ വല്യമ്മയും എന്റെ ഈ അമ്മായിയമ്മയും തമ്മില് എന്തൊക്കെയോ രഹസ്യ ഏർപ്പാടുകളുണ്ട്. മോളെ, നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ഞാൻ പറയുന്നത് എന്റെ സംശയമാണെങ്കിലും അതിൽ സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അമ്മേ. ഫോണും എടുത്തോണ്ട് എന്റെ അമ്മായിയമ്മ ഓടുന്നതും രഹസ്യമായി സംസാരിക്കുന്നതും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, നിൽക്കുന്ന നിൽപ്പിൽ ഇവിടുന്ന് എങ്ങോട്ടോ ഓടിപ്പോകുന്നതും കാണാം. അതൊക്കെ അവളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഓടുന്നതായിരിക്കും. അല്ലമ്മേ, എനിക്ക് ബലമായ സംശയമുണ്ട്. എന്റെ അമ്മായിയമ്മയ്ക്ക് ഇതിലെന്തോ പങ്കുണ്ട്. നമ്മൾ കരുതുന്ന ആളൊന്നും അല്ല ഈ ACPയുടെ അമ്മ. അവരൊരു പോയിസണാ. അതിപ്പോ ചില മരുമക്കൾക്കൊക്കെ അമ്മായിയമ്മയോട് തോന്നുന്ന ഒരു ദേഷ്യമില്ലേ, അതുകൊണ്ട് നിനക്ക് തോന്നുന്നത്. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയുള്ളൊരു മരുമകളാണോ? എന്റെ അച്ഛനോട് ഇവർക്ക് രണ്ടുപേർക്കും തീരാത്ത പകയുണ്ട്. അച്ഛനോട് മാത്രല്ല, അമ്മയോടും ഉണ്ട്. അച്ഛനെ ആക്രമിച്ചത് കൊട്ടേഷൻകാരാ. ആ കൊട്ടേഷന്റെ പിന്നിൽ ഇന്ദ്രജ വല്യമ്മയുടെയും എന്റെ അമ്മായിയമ്മയുടെയും കൈകളുണ്ട്. ഇതവരുടെ രഹസ്യ ഗൂഢാലോചനയിൽ ഉണ്ടായതാ. മോളെ, നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. സാവിത്രി അങ്ങനൊന്നും ചെയ്യില്ല. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും സാവിത്രിയുടെ സ്വന്തം കൂടപ്പിറപ്പല്ലേ ജയേട്ടൻ. എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലത്തൊക്കെ ഇവര് 3 പേരും പിരിയാൻ പറ്റാത്ത വിധത്തില് സ്നേഹത്തിലായിരുന്നു. പിന്നെ മാധുരിയും ജയേട്ടനും തമ്മിൽ സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ വഴക്കും പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് ഈ സാവിത്രിയാ. അക്കാലത്ത് സാവിത്രി എന്നെ സ്വന്തം സഹോദരിയായിട്ട് തന്നെയാ സ്നേഹിച്ചത്. എന്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും. കാർത്തിക് മോനെ വളർത്താൻ എന്നെ ഏൽപ്പിച്ചതും അവളുടെ സന്മനസ്സല്ലേ. അതൊന്നും കൊണ്ടല്ല. അവർക്ക് ആ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ വയ്യ, അത്ര തന്നെ. അതെ, ഏതായാലും മോള് സാവിത്രി സംശയിക്കണ്ട. കാർത്തിക് മോനോട് ഇത് പറയും വേണ്ട. വെറുതെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവും. നീ പറയോ? പറയ്. ഇല്ല. ഹലോ, ഞാനാ മൈഥിലി. ആര്? ഞെട്ടണ്ട, നിങ്ങളെ ചതിച്ചിട്ട് പോയ അതേ മൈഥിലി തന്നെ. എന്തിനാ വിളിച്ചത്? എനിക്ക് നിങ്ങളൊന്ന് കാണണം. സോറി, സാധ്യമല്ല. അങ്ങനെ
പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. അവസാനമായിട്ട് നിങ്ങൾ എനിക്കൊന്ന് കണ്ടേ പറ്റൂ. എനിക്ക് കാണാൻ താല്പര്യമില്ല. അവസാനമായിട്ട് ഒരു കാര്യം പറയാനാ. അവസാനമായി പിന്നെ എനിക്കത് പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ കല്യാണം നടന്ന് ഇടപ്പാടി ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി. ഞാൻ അവിടേക്ക് വരാം. ഹലോ ഹലോ, ഓട്ടോ ഓട്ടോ. ദേ പുന്നാട്ടമ്പലായി. മാഡം മാഡം, ദേ അമ്പലായി. ഈ കുട്ടിക്ക് എന്ത് പറ്റി? എന്തോ കുഴപ്പമുണ്ടല്ലോ. മാഡം എന്ത് പറ്റി മാഡം? ഒന്നുമില്ല. എന്റെ അമ്മ എന്തിനാ എന്നെ ഈ നിലയിൽ എത്തിച്ചത്? ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ടല്ല. എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതിന് പകരം എന്റെ ജീവൻ എടുക്കായിരുന്നു നിനക്ക്. എന്തായാലും എന്നെ പോലുള്ള സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കരുത് നീ. അത്രയ്ക്ക് നിരകേട് വഞ്ചനയോ ഞാൻ കാണിച്ചത്. എന്റെ മരണം കൊണ്ട് ഇത് തീരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.